കണ്ടം, ജാതി നിൽക്കുന്ന സ്ഥലം. ജാതി 5 ജാതിയുണ്ട് ഇതിനകത്ത്. വലിയൊരു കിണറുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ മീൻ വളർത്താം, അല്ലെങ്കിൽ കണ്ടത്തിൽ കുഴി ഉണ്ടാക്കിയാണെങ്കിലും മീൻ വളർത്താം. മൊത്തം 3.5 ഏക്കർ സ്ഥലമാണ്. ഈ 2 കണ്ടം ഏതാണ്ട് ഒരു 30 സെൻറ്റ് കണ്ടം വരും. ജാതി നോക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. ചേട്ടനുണ്ടായിരുന്നു, മരിച്ചുപോയി. മക്കളൊക്കെ എറണാകുളത്ത് ജോലിക്കാരാ. ഈ 2 കണ്ടവും ഇതിനകത്ത് വരും. ഇവിടെ പറമ്പിൽ നിന്ന് ഇറങ്ങാനുള്ള എൻട്രൻസ് ഉണ്ട്. ജാതി, തെങ്ങുണ്ട്, കമുകുണ്ട്, വാഴയുണ്ട്, റബ്ബറുണ്ട്. ആഞ്ഞിലി പ്ലാവൊക്കെ ആണ്ട് ആഞ്ഞിലിയൊക്കെ ഉണ്ടായിരുന്നു, വെട്ടി വിറ്റതാണ്. അതിൻ്റെ അകത്ത് മരം ഉണ്ടായിരുന്നു, കനമരം കണ്ടാനും ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടി വിറ്റു. ഇതിനകത്തൊക്കെ നിൽക്കണ കാവലുള്ള ജാതിയാണ്. കൊക്കോയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മരം മുറിച്ച് വിറ്റുകൊടുത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാം. പറ്റിയ സ്ഥലമാണ്. ഇഷ്ടംപോലെ വെള്ളം. പത്തടി വീതിയുള്ള വഴിയുണ്ട്. ഇത് വഴിയല്ല കേട്ടോ, ഇത് താഴത്തേക്ക് ഇറങ്ങാനുള്ള കുത്തുകല്ല. ബഡ് പ്ലാവ്. വീട്. തൊഴുത്ത്, മിഷ്യമ്പര, മുകളിലേക്ക് റബ്ബറാണ് നിൽക്കുന്നത്. കുന്നല്ല, നിരന്ന ഭൂമിയാണ്. ലൈറ്റ് കളിച്ചിട്ടുണ്ടോ? വാർക്കയും മച്ചും ആണ്. ഇതൊരു ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം. ബാത്റൂം. അത് അറ്റാച്ച്ഡാണ്. യൂറോപ്യൻ ക്ലോസറ്റ് അല്ലേ? ഇത് ഡൈനിങ് ഹാള്, മച്ചാണ്. വീട് മൊത്തം ടൈലിട്ടതാണ്. കബോർഡ് വർക്കൊക്കെ പോയി. ഇത് അടുക്കള. തുറക്കാൻ പറ്റുമോ?
തുറക്കില്ല, പുറമേ നിന്ന് എടുത്തോളാം, അല്ലാണ്ട് രക്ഷയില്ല. ആ സ്റ്റോറ് മുകളിലേക്ക് കയറാനുള്ള മച്ചൊക്കെ ഉണ്ട്, അല്ല കോണിയുണ്ട് മച്ചിൻ്റെ മുകളിലേക്ക് കയറാൻ. കറണ്ട് ഇല്ലാത്ത തന്നെ മെയിൻ സ്വിച്ച് ആത്തിട്ടേക്ക് ആയിരിക്കും അല്ലേ. ബാ പൊട്ടിക്കോ. റംബൂട്ടാൻ പഴുത്ത് നിൽക്കണം, തെങ്ങുണ്ട്, റബ്ബറുണ്ട്. ഇത് വീടിൻ്റെ പുറവശ. പോപ്പരിയുണ്ട്, അത് മഴയുടെ കൂടുതലുണ്ടാ റംബൂട്ടാൻ ചാടിപ്പോണ്ട. മൊത്തം സ്ഥലം എന്തോറാ? 3.5 ഏക്കർ. 3.5 ഏക്കറിൽ 28 സെൻറ്റ് കണ്ടത്തിൻ്റെ ആധാരം. ആ ഏതാണ്ട് ഒരു 3.5 ഏക്കർ. 3 അല്ല മൊത്തം എത്രയാ? 3.5 ഏക്കർ മൊത്തം സ്ഥലം. അതിൻ്റെ അകത്ത് 28-30 സെൻറ്റ് അങ്ങാണ്ട് കണ്ടത്തിൻ്റെ ആധാരം. ഇതാണ് വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മരം വെട്ടിക്കൊണ്ടുപോയതുകൊണ്ട് മണ്ണ് വഴിയാണ് ഈ വീട്ടിലേക്കൊക്കെ ഉള്ളത്. ഇത് റബ്ബർ, നല്ല നിരന്ന ഭൂമി. കോഴി ഫാമ്, പശു ഫാമൊക്കെ വെച്ച് കെട്ടാൻ പറ്റിയ സ്ഥലമാണ്. ഇതൊക്കെ ഇവർക്കുടെ വീട്ടിലേക്കുള്ള വഴിയായതുകൊണ്ട് പഞ്ചായത്തിനൊന്നും എഴുതി കൊടുത്താലേ അറിയുള്ളൂ. ഇതാണ് റബ്ബർ, നല്ല നിരന്ന ഭൂമി, വെള്ളം ഉള്ളതുകൊണ്ട് ഫാമിനൊക്കെ അനുയോജ്യമാണ്. ഇടയ്ക്കൂടെ തെങ്ങ് വെപ്പുണ്ട്. 5-ാം വർഷം റബ്ബർ തയ്യ. കൊന്നത്തെങ്ങുകളാണ് നിൽക്കുന്നത്. നല്ല അടിപൊളി സ്ഥലം, ഏത് കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലം. മൂന്നര ഏക്കർ സ്ഥലം. ഏക്കർ 45 രൂപ ചോദിക്കും, 40 രൂപ വിലയ്ക്ക് ലാസ്റ്റ് വരും. അതിൽ താഴെ അവർ കൊടുക്കാൻ പരിപാടിയില്ലയെന്ന് പറഞ്ഞേക്കണം. പിന്നെ റോഡ് ഫ്രണ്ടേജ്, റോഡുണ്ട്. ഇങ്ങനെ സ്ഥലം നിരന്ന ഭൂമിയാണ്. ഇനിയിപ്പോൾ ഒരു കാലത്ത് ഇത് മുറിച്ച് വിൽക്കണമെങ്കിലും റോഡിൻ്റെ സൈഡ് വേണമെങ്കിൽ വിൽക്കാം. അതുകൊണ്ട് അത് മൊത്തം പിടിക്കില്ല. ഏതാണ്ട് ഒരു 2.5 ഏക്കറോളം സ്ഥലത്ത് റബ്ബറാണ്. ബാക്കിയുള്ള സ്ഥലത്ത് ജാതി, കൊക്കോ ഇതൊക്കെയാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഈ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള സ്ഥലമെല്ലാം, ഈ കാണുന്ന റബ്ബറെല്ലാം ഇവർക്കിടെയാണ്. രണ്ടര ഏക്കറോളം സ്ഥലത്ത് കണ്ട റബ്ബർ വരും. ഈ ടാങ്കിരിക്കണതിൻ്റെ ഇവിടം വരും സ്ഥലം. ഇതാണ് പിന്നെ അടുത്തുള്ള ഒരു അയലക്കം. ഇവിടെയൊക്കെ ഏക്കറേജ് കൂടുതലുള്ളതുകൊണ്ട് അയലക്കം കുറവാണ്. സ്ഥലം നല്ല സ്ഥലം, അടിപൊളി സ്ഥലം, നല്ല നിരന്ന ഭൂമി, ഇഷ്ടം പോലെ വെള്ളം. കണ്ടത്തിലൊക്കെ ഒരു കുളം വെട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ മീൻ വളർത്താം. കണ്ട ഏതാണ്ട് 30 സെൻറ്റോളം കണ്ടുണ്ട്.
ഇതാണ് സ്ഥലം. എറണാകുളം ജില്ല ആണ്, പോത്താനിക്കാട് പഞ്ചായത്ത്. ഏലിയാസ ഇത് താലൂക്ക് ഏതാ? മൂവാറ്റുപുഴ താലൂക്ക്. ഇതാണ് സ്ഥലം. സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസാണ് ആ പറഞ്ഞത്. 3.5 ഏക്കർ സ്ഥലം, എറണാകുളം ജില്ല, മൂവാറ്റുപുഴ താലൂക്ക്, പോത്താനിക്കാട് പഞ്ചായത്ത്. ആ PW റോട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, PW റോട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഈ റോട്ടിൽ നിന്ന് 500 മീറ്റർ.